ഇങ്ങനെ ഒരു നോട്ടീസ് തൻ്റെ വീടിൻ്റെ മുന്നിൽ ഒട്ടിക്കുന്ന സ്ഥിതി വരുമെന്ന് അബ്ബാസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മുതലമടയിലെ മാങ്ങ വിൽപ്പന നടത്താനാണ് അബ്ബാസിൻ്റെ സഹോദരൻ ഷെയ്ഖ് മുസ്തഫ 45 ലക്ഷം ലോൺ എടുത്തത്. സഹോദരങ്ങൾ നടത്തിയ കച്ചവടം ആദ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അപ്രതീക്ഷിതമായിട്ടായിരുന്നു സഹോദരൻ ഷെയ്ഖ് മുസ്തഫയുടെ മരണം. 2010 മുതൽ ലോൺ എടുത്തിട്ട് ഇങ്ങനെ വർഷം പുതുക്കി ഏകദേശം 2 കോടിയോളം സംഖ്യയിലാണ് നിൽക്കുന്നത്. ഏകദേശം ഞാൻ പറയാൻ പോയ ഈ എടുത്ത സംഖ്യയുടെ 3 ഇരട്ടി 4 ഇരട്ടിയോളം അടച്ചിട്ടും ഇപ്പോഴും ഒരു കുറവുമില്ല. അപ്പോൾ ആ എമൗണ്ടിൽ തന്നെ നിൽക്കുന്നത്. അടച്ചത് മുഴുവനും ഇൻട്രസ്റ്റിൽ പോയി എന്നാണ് അവർ പറയുന്നത്. ബാങ്കുകാർ ഞങ്ങൾക്കൊന്നും ആനുകൂല്യം തന്നില്ല. കെട്ട് പറഞ്ഞ് ഉള്ള സ്വർണം മുഴുവൻ വിറ്റ് മരുന്നുകളൊക്കെ വിറ്റൊക്കെ ബാങ്കിൽ കെട്ടി. ഇപ്പം ഞങ്ങൾ ഉസിരേ ഉള്ളൂ. അത്രമേലുള്ള സങ്കടത്തിൽ നമ്മ ഇരിക്കുകയാണ് മോനെ. തൻ്റെ പാതിയായിരുന്ന സഹോദരൻ പോയതോടെ കച്ചവടം തകർന്നു. ലോൺ ഇൻഷുർ ചെയ്തതാണ്. പക്ഷേ വായ്പയ്ക്ക് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിച്ചു. വീടിൻ്റെ ജപ്തി പടിവാതിലെത്തി. വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കരായിട്ട് കർഷകരാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മൂലം ഈ ഇൻഷുറൻസ് കമ്പനിയാകട്ടെ ബാങ്കാകട്ടെ പല രേഖകളിൽ ഒപ്പിട്ട് മേടിക്കും. അവസാനമാണ് ഇതൊക്കെ ചതിയാണ്, ഇവരൊക്കെ ഒരു കെണിയിൽപ്പെടുത്തുകയാണെന്നുള്ള രീതി. അതെന്തെങ്കിലും ചെറിയ തോതിൽ അവരുടെ പൈസ അടയ്ക്കാൻ മിസ്സായി കഴിഞ്ഞാൽ ഉടനെ സർഫാസി ആക്ട് എന്നും പറഞ്ഞിട്ട് കർഷകരെയും കച്ചവടക്കാരെയും തെരുവിൽ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം മുതലമുടയിൽ ധാരാളമാണ്. അതേസമയം അസുഖവിവരം മറച്ചുവച്ചതിനാലാണ് ക്ലെയിം നിഷേധിച്ചതെന്നാണ് കമ്പനിയുടെ വാദം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.